ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ടോട്ടില റാപ്പ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ടോട്ടില റാപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ലെറ്റ്യൂസ് ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസ് ഷീറ്റ്സ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സോസേജ് ആണ് എടുത്തിരിക്കുന്നത്. സ്പൈസി ചിക്കൻ ഫ്രാങ്ക്സ് സോസേജ് തന്നെയാണ്. അത് ഇന്ത്യൻ മസാല ഫ്ലേവറിൽ വരുന്ന ഒരു റാപ്പാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തെടുത്തിരിക്കുന്നത് പോർക്ക് ഹാമാണ്. മീറ്റ് സ്ലൈസസ് ആണ്. ഹാം തന്നെ പോർക്ക് മീറ്റ് വെച്ചിട്ടുള്ള ഹാമാണ് ഞാൻ എടുത്തത്, സ്ലൈസസ് ആയിട്ടുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് കൊളസ്ലോ ആണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. കൊളസ്ലോ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കൊളസ്ലോയിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാബേജ്, ക്യാരറ്റ്, ഫ്രഷ് ക്രീം അങ്ങനെയാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ടൊമാറ്റോയും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് മയണൈസൊക്കെ കൂടി മിക്സ് ചെയ്തതാണ്. ഞാനപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇടുവാണ്. ബട്ടറിലാണ് ഞാൻ കൂടുതലും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബട്ടറിലാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ബട്ടറിൽ വരുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് അതിന് കിട്ടുന്നത്. അപ്പം ഞാൻ സോസേജ് റോള് രണ്ടാക്കി മുറിച്ചിട്ടാണ് ഞാൻ ഇടാറ്. ഒറ്റ ഒരെണ്ണമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് അത് അധികം ഫ്രൈ ആയി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടാണ് സോസേജ് റോള് ഇടുന്നത്. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും സേവേഴ്സാണ് എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മോറിസൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോറിസൺ ഷോപ്പിംഗ് വ്ളോഗിൽ വീഡിയോ ചെയ്തപ്പോഴത്തേനും പറഞ്ഞിട്ട് നമ്മൾ മോറിസണിൽ സേവേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്ഥലത്ത് ആ സെക്ഷനിൽ നിന്ന് ആണ് ഞങ്ങൾ കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് റേറ്റും അധികം വരത്തില്ല. എന്നാൽ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കുള്ളൂ. റേറ്റ് അധികം വരില്ല. നമ്മളുടെ ഒരു ചോയ്സിന് നമുക്ക് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ റാപ്പ് എടുത്തിട്ടുണ്ട്. റാപ്പ് വരുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ റാപ്പ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഞാൻ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയുള്ള ടൊമാറ്റോ കെച്ചപ്പും മയണൈസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കൊളസ്ലോ ആഡ് ചെയ്യുവാണ്. കൊളസ്ലോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെല്ലാം കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളുടെ സോസേജ് ആയിട്ടുണ്ട്. സോസേജ് നമ്മൾ ജസ്റ്റ് ഒരു 6 മിനിറ്റ്സൊക്കെയാണ് കുക്കിംഗ് വരുന്നത്. സ്ലോ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ റാപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോസേജ് ഞാൻ വെച്ച് കൊടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ലാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നത് ഹാമാണ്. അപ്പോൾ ഇത് ശരിക്കും പച്ചയ്ക്കാണ് ഇവിടെ എല്ലാവരും പച്ചയ്ക്കാണ് നമ്മുടെ ഹാം കൂടുതലും കഴിക്കുന്നത്. ഞങ്ങൾ മാത്രം നമ്മൾ ഇന്ത്യൻസൊക്കെ നമ്മളെല്ലാം കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും അത് കുക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ടാണ് താല്പര്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ ബുവയ്ക്കാണെങ്കിലും കൊടുത്തു വിടുമ്പോൾ കുക്ക് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് കൊടുത്തു വിടുള്ളൂ. അപ്പോൾ നമ്മളത് ഹാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പോർക്ക് ഹാമാണ് കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹാമിനും നല്ല ടേസ്റ്റാണ്. അത് കുക്ക് ചെയ്തു. അതായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ചീസ് ഷീറ്റ്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മെൽറ്റായി പോവും. അപ്പോൾ ചീസ് ഷീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് റാപ്പിന്. നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് സ്കൂളിലൊക്കെ ലഞ്ച് അങ്ങനെ കൊടുത്തു വിടാനായിട്ട് വളരെ നല്ലതാണ്. കാരണം അവർക്ക് എന്നും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ചോയ്സ് അല്ലെങ്കിൽ നമ്മളുടെ ചോയ്സ് എന്നും ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ കുറച്ചൊന്നും മടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ പാസ്റ്റയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഹാം ആയി കഴിഞ്ഞു. അതിലേക്ക് ഹാം ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ലെറ്റ്യൂസ് ലീഫ് ആഡ് ചെയ്തു. ലെറ്റ്യൂസ് ലീഫ് ഇവിടെ ബൂവയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും വളരെയധികം ഇഷ്ടമാണ്. നമുക്ക് പച്ചയ്ക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ ലീഫ്. പ്രത്യേകിച്ചും നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ഈ ലീഫൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ലെറ്റ്യൂസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതാണ് ഓപ്ഷണലാണ്. ഞാനത് നിർബന്ധമായിട്ടും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ റാപ്പെല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് ഇനി വേണമെങ്കിൽ ഒന്ന്
ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നമ്മൾ കൊടുത്തു വിടാനായിട്ടാണ്. അപ്പം ഇപ്പോൾ ബുവയ്ക്കാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒരേ സെയിം ടൈപ്പുള്ള ഫുഡല്ല കൊടുക്കണത്. ഇപ്പോൾ ഇന്നിപ്പോൾ റാപ്പാണെങ്കിൽ നാളെ പാസ്ത അല്ലെങ്കിൽ ബർഗർ അങ്ങനെയൊക്കെ കൊടുക്കുക. അപ്പോൾ മാറി മാറി കൊടുക്കുമ്പോഴത്തേനും അവർക്കും മടുപ്പ് തോന്നില്ല കഴിക്കാൻ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബായ്.